BJP ശക്തമായിരിക്കുന്നിടത്ത് നേരത്തെ AK ബാലനായാലും തുറന്നു പറഞ്ഞു, സരിന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വന്നു. മുമ്പ് സഭയിൽ വെച്ച് ഷാഫി പറമ്പിലിനോട് സ്പീക്കർ AN ഷംസീർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവസാന നിമിഷം ജയിച്ചത് നിങ്ങൾ മറക്കണ്ട എന്നുള്ള ഓർമ്മിപ്പിക്കൽ. അപ്പോൾ ആ ഓർമ്മിപ്പിക്കൽ എന്ന് പറയുമ്പോൾ അവസാന നിമിഷം ഈ ജയിപ്പിക്കേണ്ട BJP ജയിക്കുമെന്ന ഘട്ടത്തിലാകുമ്പോൾ നമ്മളേതായാലും പരാജയപ്പെടുകയാണെങ്കിൽ ആ വോട്ട് BJP ജയിക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടി UDF കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ക്രോസ് വോട്ടുകൾ 8000-ഓളം ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നത്. ഇപ്പോൾ അത് എന്ത് സംഭവിക്കും, ആ വോട്ടിന് എന്ത് സംഭവിക്കും എന്നുള്ള പ്രധാന. അതായത് സ്മൃതി, ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ അപ്പുറത്തേക്ക് മറിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഒരു യോഗം വിളിച്ചിട്ട് മൊബൈലിന്റെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയില്ല. അപ്പം അത് ഇമ്പോസിബിൾ ആണ്. പിന്നെ അത് ആളുകൾ മനസ്സിലാക്കി അങ്ങ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ ഈ പറയുന്ന വോട്ട് മാറുന്നു എന്ന് പറയുന്നത് ഈ CPM-ന്റെ കേഡർ വോട്ട് മാറി ക്രോസ് വോട്ട് ചെയ്തിട്ടല്ല ഒരു കാരണവശാലും അവിടെ ഷാഫി ജയിക്കുന്നത്. മറിച്ച് CPM സിംപതൈസേഴ്സ് ഉണ്ട്. ആ സിംപതൈസേഴ്സ് പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് എടുക്കുകയാണെങ്കിൽ ആ സിംപതൈസേഴ്സ് വരുന്നത് മുസ്ലിം വിഭാഗമാണ്. അവരെന്താ നോക്കുക, BJP വിജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വോട്ട് ചെയ്യാൻ പറ്റുക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയും. ഇത് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ ജയിച്ചു, വളരെ കൃത്യമായിട്ട് ജയിച്ചു വരും ശശി തരൂർ. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർത്തി നോക്കി ആരാ ജയിക്കുക? പൂർണ്ണമായും പോകുന്നത് LDF-നല്ലേ. അവിടെ പ്രാവശ്യം വളരെ കുറച്ച് ആളുകളല്ലേ, 1-2 സീറ്റ് ആ ജില്ലയിൽ നിന്ന് UDF-നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ശശി തരൂരിൻ്റെ വോട്ട് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ. എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന നമുക്കറിയാമല്ലോ വിഴിഞ്ഞം, പൂന്തുറ, ഭീമാപ്പള്ളി ആ ഏരിയയൊക്കെ എണ്ണി വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കോൺഗ്രസ് അവസാന ഘട്ടത്തിൽ മുന്നേറ്റം നടത്തുക. അല്ലെങ്കിൽ BJP വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏർലി അവേഴ്സാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ.